നഴ്സിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പല കുട്ടികളും ചോദിച്ച ഒരു കാര്യമാണ്, സാർ എന്താണ് ഹയർ ഓപ്ഷൻ, എങ്ങനെ ഏറ്റവും മികച്ച കോളേജുകളിലേക്ക് നമുക്ക് അഡ്മിഷൻസ് നേടാം എന്നുള്ളത്. അപ്പോൾ ഹയർ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു കോളേജിൽ നമ്മൾ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു അഡ്മിഷൻ നഷ്ടപ്പെടാതെ ആ കോളേജിനേക്കാൾ കുറച്ചും കൂടി ഗ്രേഡ് കൂടിയ ഏറ്റവും മികച്ച കോളേജുകളിലേക്ക് വീണ്ടും നമുക്ക് അഡ്മിഷൻസ് കിട്ടുമോ എന്നുള്ളൊരു ശ്രമമാണ് ഹയർ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് LBSലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ കീഴിലുള്ള കോളേജുകളിലുമാണ് നമുക്ക് ഹയർ ഓപ്ഷൻ ഫെസിലിറ്റീസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ അവിടെ കൺഫേം ആണ്, സേഫ് ആണ്. വീണ്ടും നിങ്ങൾക്ക് ഹയർ ഓപ്ഷന് പോയി കഴിഞ്ഞാൽ അതിനേക്കാളും ഒരു പക്ഷേ കുറച്ചും കൂടി മികച്ച കോളേജുകളിൽ നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ഹയർ ഓപ്ഷൻ ഫെസിലിറ്റീസിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ ഹയർ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കോളേജ് ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുമ്പോൾ, അതായത് കോളേജ് ലിസ്റ്റുകൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിരവധിയായിട്ടുള്ള കോളേജുകൾ ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലും ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് കോളേജുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ കോളേജുകൾക്കും ഓരോ ടൈപ്പ് ഓഫ് ക്വാളിറ്റിയിലാണ് കാണാറുള്ളത്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, ഗവൺമെന്റ് കോളേജുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സിമറ്റ് കോളേജുകൾ സെലക്ട് ചെയ്യുക, CPASന്റെ കോളേജുകൾ സെലക്ട് ചെയ്യുക, അത് കഴിഞ്ഞതിന് ശേഷം പ്രൈവറ്റ് കോളേജുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗവൺമെന്റ് കോളേജുകൾ മാത്രമാണ് ഫീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുക. ബാക്കിയുള്ള എല്ലാ കോളേജുകളിലും നമുക്ക് ഇപ്പം സിമറ്റിൽ ചേർന്നാലും CPASൽ ചേർന്നാലും പ്രൈവറ്റ് കോളേജുകളിൽ ചേർന്നാലും എല്ലാം തന്നെ ഒരേ ഫീസാണ് നൽകേണ്ടതായിട്ട് വരിക. ഈ കോളേജുകളിലൊക്കെ തന്നെ പല ക്വാളിറ്റി ഡിഫറൻസസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ കേരളത്തിൽ മെയിനായിട്ട് എല്ലാവരും പഠിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ഒരു നേഴ്സായിട്ട്, നല്ലൊരു ക്വാളിറ്റി നേഴ്സായിട്ട് പുറത്തിറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ കോളേജ് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരേ ഫീസ് നമ്മൾ നൽകുമ്പോൾ ഏറ്റവും മികച്ച കോളേജുകളിൽ ഏറ്റവും ബെസ്റ്റ് ക്ലിനിക്കൽ ട്രെയിനിങ് കാര്യങ്ങൾ ഫെസിലിറ്റീസ് ഉള്ളത്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള നല്ല ഹൈ അക്കാഡമിക് ക്വാളിറ്റിയിൽ പഠിപ്പിക്കുന്ന നല്ല കോളേജുകൾ നിങ്ങൾ സെലക്ട് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്കൊരു ബെസ്റ്റ് നേഴ്സായിട്ട് മുന്നോട്ട് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇല്ലാത്ത പക്ഷം ഏതെങ്കിലും ഒരു കോളേജിൽ കേരളത്തിലാണെന്നുള്ള ഒരു ഒറ്റ ലേബലിൽ പഠിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഇറങ്ങി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമായിരിക്കും കാണുന്നത്. കാരണം കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷവും പുതുതായിട്ട് നിരവധി കോളേജുകൾ, അത് ഗവൺമെന്റ് സെക്ടറിൽ ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള സിമറ്റ് പോലെയുള്ള ഗ്രൂപ്പുകളിലും അല്ലാതെ പ്രൈവറ്റ് കോളേജുകളിലും ഒക്കെ തന്നെ നിരവധി പുതിയ കോളേജുകൾ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ പല കോളേജുകളും യാതൊരു ഫെസിലിറ്റീസും ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നിരവധിയായിട്ടുള്ള കോളേജ് ഓപ്ഷൻസ് നമുക്ക് കേരളത്തിൽ ഓപ്പൺ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള കോളേജിൽ പഠിച്ചിറങ്ങുക, എന്നാൽ മാത്രമേ നമുക്ക് ഒരു ബെസ്റ്റ് നേഴ്സായിട്ട് വരാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളെ പോലെ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത നഴ്സിംഗ് കോളേജുകളിലൊക്കെ പഠിച്ചിറങ്ങി ഈ പറയുന്ന ഒരു ക്വാളിറ്റി ഇല്ലാത്ത നേഴ്സായിട്ട് പുറത്തിറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കുക, ഏതൊക്കെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ, നിങ്ങളുടെ റിലീജിയസ് അല്ലെങ്കിൽ നിങ്ങളുടെ റിസർവേഷൻ അടിസ്ഥാനത്തിൽ ഏറ്റവും ബെസ്റ്റ് കോളേജുകളിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം, ഇതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ കേരള ഗൈഡൻസിന്റെ എക്സ്ക്ലൂസീവ് ബാച്ച് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിലെ എല്ലാ കോളേജുകളെ കുറിച്ചും വ്യക്തമായിട്ട് നിങ്ങളൊരു വിശകലനം ചെയ്യാനായിട്ടും അങ്ങനെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് പഠിച്ച് ഏറ്റവും മികച്ച ഒരു നേഴ്സായിട്ട് മാറാനായിട്ടും ഞങ്ങൾ സഹായിക്കുന്നതാണ്. അപ്പോൾ കേരള ഗൈഡൻസിലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടനെ കാണാം. നന്ദി.